ഹായ് ഫ്രണ്ട്സ്, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബനിയാൻ ട്രീയുടെ എന്തായിരുന്നു സ്റ്റോറിയുടെ ടൈറ്റിൽ? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ. റസ്കിൻ ബോണ്ടിന്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അല്ലെ. ടെക്സ്റ്റ് ബുക്കിന്റെ താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് ക്ലാസ്സിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത ടൈമിൽ നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലൊരു 3 പാർട്ട് വരുന്നുണ്ടെന്നാണ്. എത്ര പാർട്ടായിരുന്നു? 3 പാർട്ട്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ആ ബോയ്ക്ക് ബനിയൻ ട്രീയും അതേപോലെ തന്നെ സ്കുറലും തമ്മിലുള്ള റിലേഷൻ അല്ലേ. ദ ബോയ് റിലേഷൻസ് വിത്ത് ബനിയൻ ട്രീ ആൻഡ് ഓൾസോ ദ സ്കുറൽ അല്ലേ. സ്കുറലും ബനിയൻ ട്രീയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ എന്തായിരുന്നു? ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് മോങ്കോസ് അല്ലെ. മോങ്കോസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു അല്ലെ. തേർഡ് പാർട്ട് എന്തായിരുന്നു? വൈറ്റ് റാറ്റും അതുപോലെ ഗ്രേ സ്കുറലും തമ്മിലുള്ള ആ റിലേഷനും അതുപോലെ ആ 3 സ്കുറൽസിന്റെ ബർത്ത് ആയിരുന്നു കേട്ടോ അല്ലെ. 3 കുഞ്ഞു കുട്ടികളുടെ ആ ജനനം അല്ലെ, ആ ബർത്തും ആയിരുന്നു തേർഡ് പാർട്ടിൽ വന്നത്. അത് 3 ആണെന്നുള്ളത് മൈൻഡിൽ വെക്കുക കേട്ടോ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, house and grounds were of our grandfather's domain, but the magnificent old banyan tree was mine അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുള്ള ഡയലോഗാണ്. തുടക്കം അല്ലെ. എന്താണ്? അവിടുത്തെ വീടും അവരുടെ ഗ്രൗണ്ട്സും മീൻസ് എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലായിരുന്നു. എല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലായിരുന്നു. പക്ഷേ അതീവ തീവ്രമായിട്ടുള്ള ആ ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഓൾഡ് ബനിയൻ ട്രീ അല്ലേ, അതിഗംഭീരമായിട്ടുള്ള ആ ബനിയൻ ട്രീ മാത്രം ആരുടേതായിരുന്നു? എൻ്റേതായിരുന്നു അല്ലേ. വൈ ഡിഡ് ദ ബോയ് സേ വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ്, എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ബോയ് പറയാൻ കാരണം? നോക്കാം. ഗ്രാൻഡ് ഫാദർ വാസ് 65 years old. ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സുണ്ടായിരുന്നു? 65 വയസ്സ്. ആൻഡ് ഹി കുഡ് നോട്ട് ക്ലൈംബ് ദ ഓൾഡ് ബനിയൻ ട്രീ എനിമോർ. സോ എന്തായിരിക്കും? അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഓൾഡ് ബനിയൻ ട്രീ അതിനോട്ട് ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല. അറ്റ് ദ സെയിം ടൈം ദ റൈറ്റർ കുഡ് ഡു ദാറ്റ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടിക്ക് റൈറ്റർക്ക് എന്ത് ചെയ്യാണ്? ദ ബോയ്ക്ക് ആ സെയിം ടൈം അത് ചെയ്യാനും കഴിയും. ഓക്കെ, അതാണ് ഈ ഒരു വേർഡിന്റെ ഈ ഒരു സെന്റൻസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഹൗ ഡിഡ് ദ സ്കുറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് സ്കുറല് നമ്മുടെ ബോയിയുടെ ഫ്രണ്ടായി മാറിയത് എന്നാണ് ചോദ്യം. നോക്കാം. The squirrel realized that the boy would not do any harm to him. അല്ലേ, അതെന്നെ ഒന്നും ചെയ്യില്ല, എന്നെ ഒരു രീതിക്കും എന്നെ ഉപദ്രവിക്കില്ല എന്ന് സ്കുറലിന് മനസ്സിലായി. ബിസൈഡ്, കൂടാതെ the boy used to give him piece of കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. അത് കൂടാതെ തന്നെ ആ ബോയ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു കേക്കിന്റെ പീസ് അതുപോലെ ബിസ്ക്കറ്റ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സ്കുറലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ആ ഒരു ബോയ് ഒരു ഫ്രണ്ട് ആവാൻ സ്കുറൽ തീരുമാനിച്ചത്. ഓക്കെ, ദെൻ what did the friends of the squirrel think about his friendship with human? What did the friends of the squirrel, സ്കുറൽസിന്റെ ഫ്രണ്ട്സ് ആ ഒരു ഹ്യൂമനുമായിട്ടുള്ള ആ സ്കുറലിന്റെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? what might have made them think so അല്ലെ. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണം? നോക്കാം. The squirrel's friends and relatives thought that സ്കുറൽസിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അല്ലെ, ബന്ധുക്കളും എന്താണ് ചിന്തിക്കുന്നത്? It would be foolishness to have friendship with human അല്ലെ. ഒരു വിഡ്ഢിത്തമാണ് അല്ലെ, മനുഷ്യരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് വിഡ്ഢിത്തമാണെന്ന്. They might have better experience from those men who tried to kill squirrels. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കാൻ കാരണം? They might have better experience. ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഫ്രം ദോസ് മെൻ ഹു ട്രൈ ടു കിൽ സ്കുറൽസ് അല്ലെ, മനുഷ്യരെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ അവർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായോണ്ടായിരിക്കാം അവരങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, how was the banyan tree the noisiest place during the fig season അല്ലെ. ഫിഗ് സീസണിൽ വളരെ നോയ്സ് ആയിട്ട് ഏറ്റവും ബഹളമയമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ബനിയാൻ ട്രീ. അതിന്റെ റീസൺ എന്താണ്?
During the spring season, the tree had many red fruit. അല്ലെ, സ്പ്രിംഗ് സീസണിൽ ആ മരം നിറയെ എന്തുണ്ടാവും? റെഡ് ഫ്രൂട്ട് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഹെൻസ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബേർഡ്സ് കെയിം ടു ഇറ്റ്സ് ബ്രാഞ്ചസ് ടു എൻജോയ് ദ ഫ്രൂട്ട്സ്. അല്ലെ, ഒരുവിധം എല്ലാ ടൈപ്പ് ബേർഡ്സ് എന്ത് ചെയ്യും? അതിന്റെ ബ്രാഞ്ചസിൽ ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടിയിട്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പാരറ്റ്സ്, ക്രോസ്, ബുൾബുൾ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് പക്ഷികൾ കേട്ടോ, പക്ഷികൾ ഇനിയുണ്ട്. ഇങ്ങനെ ഒരുപാട് പക്ഷികൾ എന്ത് ചെയ്യും? അതിന്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. യൂസ് ടു ഈറ്റ് ദ ഫ്രൂട്ട്സ്. എന്താണ്? ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ കലബല കലബല എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാം കൊണ്ടും എല്ലാ രീതിയിലോട്ടും ആസ്വദിക്കാൻ അവര് സ്പ്രിംഗ് സീസണിൽ ആ ബനിയൻ ട്രീയിൽ വരുന്നോണ്ടാണ് ഇത്ര ശബ്ദം. Then fifth question. How did the boy make the spring season exciting for himself? എങ്ങനെയാണ് ബോയ് അതിന്റെ സ്പ്രിംഗ് സീസൺ എക്സൈറ്റഡ് ആക്കിയിട്ട് മാറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബോയ് ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം. അതെന്ത് ചെയ്യും? ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഓൺ ദ ബ്രാഞ്ചസ്. അല്ലെ, അതിന്റെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ചെറിയൊരു ഇരിക്കുന്ന ഒരു പ്ലേസ് എന്ത് ചെയ്യും? അതിന്റെ ബ്രാഞ്ചിൽ നിർമ്മിക്കും. ആൻഡ് ഹി കുഡ് റീഡ് ബുക്സ് ഫ്രം ദർ. എന്നിട്ട് അവിടെ നിന്നും ബുക്ക് വായിക്കും. അങ്ങനെയാണ് സ്പ്രിംഗ് സീസൺ ഒന്ന് എക്സൈറ്റഡ് ആക്കുന്നത്. ഓക്കെ, then sixth question. What was the incident that triggered a long-lasting excitement for the boy in summer? Triggered means എന്താണ് മക്കളെ? ഉത്തേജിപ്പിക്കുക അല്ലെ, ഒരു ഉഷാറാവുക, എന്തൊരു എക്സൈറ്റ്മെന്റ് അവന്റെ ഇടയിൽ വന്നൊരു ഇൻസിഡന്റ്. സമ്മറിൽ ആ ബോയിലോട്ട് വന്നൊരു എക്സൈറ്റ്മെന്റിലുള്ള ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ ബോയ് സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫ്ലൈ ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അല്ലെ, രണ്ടുപേരും ഇങ്ങനെ അടി കൂടിയിട്ട് ഗാർഡനിൽ ഡെത്ത് ആവുന്ന ഒരു ഫൈറ്റ് ആയിരുന്നു അവന് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, then 10th question. The mongoose proved that he was clever. എന്താണ്? മാംഗൂസ് എന്ത് ചെയ്യണം? അവൻ വളരെ ക്ലിവർ ആണെന്ന് പ്രൂവ് ചെയ്തു. Can you cite any instance of this cleverness? അല്ലെ, അവന്റെ ആ ബ്രില്യൻസ്, അല്ലെ, അവന്റെ ആ ബുദ്ധി തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു 2-3 ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ചാപ്റ്റർ എന്ന് പറയാൻ പറ്റൂ എന്നുള്ളതാണ് ചോദ്യം. The mongoose could jump to one side when the cobra tried to bite him. എന്താണ്? മാംഗൂസ് ജമ്പ് ചെയ്യാണ് മറ്റൊരു വൺ സൈഡിലോട്ട്, ഒരു സൈഡിലോട്ട്. വെൻ ദ കോബ്ര ട്രൈ ടു ബൈറ്റ് ഹിം. കോബ്രാവിനെ കടിക്കാൻ വരുമ്പോൾ അവൻ മറ്റേ സൈഡിലോട്ട് തിന്നും. അല്ലെ, ആ ഒരു ടെക്നിക്കായിരുന്നു അല്ലെ. എന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട്, എന്നിട്ട് തെന്നിയിട്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിൽ കടിക്കും. അല്ലെ, ഇങ്ങോട്ട് മാംഗൂസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചെല്ലും, ഈ ഒരു സൈഡിലോട്ട് ചെല്ലും. അപ്പോൾ സ്നേക്ക് അങ്ങോട്ട് കൊത്തുമ്പോൾ മാംഗൂസ് പെട്ടെന്ന് ഇങ്ങോട്ട് തെന്നി മാറും, എന്നിട്ട് ബാക്കിലൂടെ കടിക്കും. അതാണ് അവന്റെ ക്ലേവർനെസ്സിനുള്ള ഒരു സെന്റൻസ് കേട്ടോ. Then what were the reactions of the spectators when the cobra struck? അല്ലെ, കോബ്ര ഇങ്ങനെ സ്ട്രക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമില് കാഴ്ചക്കാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ലെ, കാഴ്ചക്കാരുടെ റിയാക്ഷൻ. സ്പെക്ടാറ്റേഴ്സ് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മുടെ ബോയ് അല്ല, മൈനയും ക്രോയും ഉണ്ടല്ലോ, അവരായിരുന്നു കേട്ടോ. The moment of the cobra struck, the crow and the myna hurled themselves at him. അല്ലെ, അവർ സ്വയം അതിലോട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് പറന്ന് അതിലോട്ട് ഇങ്ങോട്ട് ഇടപഴകാൻ വരും. അതായത് ആ ഒരു ഫൈറ്റിലോട്ട് അവരെന്ത് ചെയ്യും? ഹെറൾഡ് ദംസെൽഫ് അറ്റ് ഹിം. അല്ലെ, അദ്ദേഹത്തെ ആ കോബ്രയുടെ അടുത്തേക്ക് ഇങ്ങനെ ഹെറൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഓക്കെ, then 12. How did the crow push itself into trouble? How did the crow push itself into trouble? എങ്ങനെയാണ് ക്രോ അപകടത്തിലായിട്ട് സ്വന്തമായിട്ട് എടുത്ത് ചാടിയത്? എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെ, the crow ഡൈവ് ചെയ്ത് വന്നു. അത് ക്രോബയുടെ അടുത്തേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്ത് വന്നു. but the crowbar whipped his head back and struck with great force. അല്ലെ, കോബ്ര എന്ത് ചെയ്തു? പെട്ടെന്ന് അവന്റെ തല എന്ത് ചെയ്തു? ഇങ്ങോട്ട് മാറ്റിയിട്ട് struck with great force. എന്ന് വളരെ നല്ലൊരു ഗ്രേറ്റ് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്തു മക്കളെ? struck ചെയ്ത് മീൻസ് ഇങ്ങനെ കൊത്തി. ക്ലിയർ? then why is Myna said to be wise? എന്തുകൊണ്ടാണ് മൈന ബുദ്ധിമാനാണെന്ന് പറയാൻ കാരണം? നോക്കാം. The myna stood on the cactus plant without disturbing the cobra. അല്ലെ, കോബ്ര ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു ഇതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ മൈനക്ക് പോയിട്ട് അതിലിടപെടാം. പക്ഷെ മൈന എന്ത് ചെയ്തു? പിന്നീട് എന്ത് ചെയ്തു? ഒരു ഡിസ്റ്റർബും കോബ്രനെ ചെയ്യാതെ വളരെ ഡീസന്റ് ആയിട്ട് ആ കാക്ടസും എന്ത് ചെയ്തു? ആ മുൾച്ചെടിയും ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്നു. ഓക്കെ, who won the battle? ആരാണ് ബാറ്റിൽ ജയിച്ചത്? What made the myna peer into the bushes? എന്തുകൊണ്ടാണ് മൈന അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഉറ്റി നോക്കിയത്? ആ ചെടികളുടെ ഇടയിലോട്ട്.
ആൻസർ നോക്കാം. ദ മാംഗൂസ് വൺ ദ ടേബിൾ അല്ലെ, ആരാണ് ജയിച്ചത് മക്കളെ? മാംഗൂസ് ആണ് ആ ബാറ്റിൽ, ആ ഒരു ബാറ്റിൽ മീൻസ് യുദ്ധം, ഐ മീൻ ആ ഫൈറ്റിൽ ജയിച്ചത്. ദ മൈന പിയേർഡ് ഇൻ ടു, മൈന ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ തുറിച്ചിങ്ങനെ ഒളിഞ്ഞു നോക്കി കേട്ടോ. പിയേർഡ് ഇൻ ടു ദ ബുഷസ്, മൈന എന്താണ് ഒളിഞ്ഞു നോക്കിയത്? ടു സീ വാട്ട് ദ മാംഗൂസ് വാസ് ഡൂയിങ് വിത്ത് ദ ഡെഡ് കോബ്ര അല്ലെ, ഡെഡ് കോബ്രനെയും കൊണ്ട് മാംഗൂസ് ആ ബുഷിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി മാംഗൂസ് എന്താണ് ആ ഡെഡ് കോബ്ര വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ആര് നോക്കിയത്? മൈന ഇങ്ങനെ അതിന്റെ ഉള്ളിലോട്ട് ഒളിഞ്ഞു നോക്കിയത്. ഓക്കെ, then what prevented grandfather from timing the mangoes? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഇണക്കി വളർത്താത്തത് അല്ലെ? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു മക്കളെ? മാംഗൂസിനെ അവിടെ വളർത്തുകയാണല്ലോ അല്ലെ, ഐ മീൻ അവിടെ വളരാൻ സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് മാംഗൂസിനെ ഇണക്കി വളർത്താത്തത്? അവർ റാറ്റിനൊക്കെ വളർത്തുന്നുണ്ടല്ലോ അല്ലെ, പക്ഷെ എന്തുകൊണ്ടാണ് ഇണക്കി വളർത്താത്തത്? ഗ്രാൻഡ് ഫാദർ ന്യൂ ദാറ്റ്, ഗ്രാൻഡ് ഫാദറിന് അറിയാം വൈൽഡ് മാംഗൂസ്, ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വൈൽഡ് ആയിട്ടുള്ള വന്യജീവി അല്ലെ, വൈൽഡ് മീൻസ് കാട്ടിലെ മാംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ അല്ലെ. ഡൊമസ്റ്റിക്കേറ്റഡ് വൺ വീട്ടിൽ വളർത്തുന്നതിനാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ എന്തായിരിക്കും? ഈ കാട്ടിലെ മൃഗങ്ങളായിരിക്കും അല്ലെ. ആ ഒരു ഇതുകൊണ്ടാണ് ഇണക്കി വളർത്താത്തത്. ദെൻ why would grandmother forgive the mangoes for stealing the eggs? എഗ് മോഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ക്ഷമിച്ചു കൊടുത്തത് മാംഗൂസിന്? Grandmother would forgive the mongoose for stealing the eggs because he kept snakes away from the house. വീട്ടിൽ നിന്നും പാമ്പുകളെ പറഞ്ഞു വിടാനും വീട്ടിൽ നിന്നും പാമ്പുകളെ അകറ്റി നിർത്താനും വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്ത് മൊങ്കൂസിനോട് ഗ്രാൻഡ് മദർ ക്ഷമിച്ചത്. ഓക്കെ, then 17th question. Who was the new friend of the squirrel? How did they enjoy their friendship? എന്താണ്, ആരാണ് സ്ക്വിറലിന്റെ പുതിയ ഫ്രണ്ട്? അവരെങ്ങനെയാണ് അത് എൻജോയ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. The white rat was the new friend of the squirrel. സ്ക്വിറലിന്റെ പുതിയ ഫ്രണ്ട് ആരാണ്? വൈറ്റ് റാറ്റ് ആണ് കേട്ടോ. They would go off together on little excursions and branches. അല്ലെ, എക്സ്കർഷൻസിനൊക്കെ പോവും, പുറത്തു പോവാ, രണ്ടുപേരും ഒരുമിച്ച് ബ്രാഞ്ചസിലൂടെയൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ ഇങ്ങനെ പോയിട്ടാണ് അവരെന്ത് ചെയ്തത് മക്കളെ? ആസ്വദിച്ചത് കേട്ടോ. How did the boy come to know that the squirrel was building a nest? അല്ലെ, അതിനെങ്ങനെയാണ് മനസ്സിലായത്? അതൊരു നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി? At first the squirrel started building the nest in the boy's pocket. ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ബോയുടെ പോക്കറ്റിലായിരുന്നു സ്ക്വിറൽ വീട് നിർമ്മിക്കാൻ നോക്കിയത്. Then the boy discovered a hole which was crammed with knitting. അല്ലെ, പിന്നീട് ആ ബോയ് എന്ത് കണ്ടുപിടിച്ചു? ഒരു ഹോൾ അല്ലെ, ഒരു ഹോള് കണ്ടുപിടിച്ചു. which was crammed with knitting അല്ലെ, നിറ്റിങ്ങിലെ ആ നെയ്ത്ത് ചെയ്യുന്ന നെയ്ത്ത് തുകൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ട് നെയ്ത്ത് തുണിയോടൊക്കെ ഫുള്ള് അവിടെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. What was the wonder that nature had kept for them in the nest? What was the wonder that nature had kept for them in the nest? അല്ലെ, എന്താണ് ആ അത്ഭുതം? ആ nature had kept them in the nest അല്ലെ, അവരുടെ ആ ഒരു നെസ്റ്റിൽ കണ്ട ആ അത്ഭുതം എന്തായിരുന്നു? ആ പ്രകൃതി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അത്ഭുതം എന്തായിരുന്നു നോക്കാം. There were 3 baby squirrels in the nest. അതായിരുന്നു അല്ലെ മക്കളെ, 3 baby squirrels ഉണ്ടായിരുന്നു ആ നെസ്റ്റില്. And all of them were white. എന്തായിരുന്നു? 3 എന്തായിരുന്നു? വൈറ്റ് കളർ ആയിരുന്നു. ഈവൻ ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ ദേ ഗേസ്ഡ് അറ്റ് ദ ബേബി സ്ക്വിറൽസ് ഇൻ വണ്ടർ. അവരിങ്ങനെ തുറച്ചു നോക്കി, കാരണം അവർ ഇതുവരെ അങ്ങനെ വൈറ്റ് സ്ക്വിറലിനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്തു മക്കളെ? കഴിഞ്ഞു കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഏകദേശം ചാപ്റ്റർ അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വളരെ ഈസി ആയിരിക്കും. സോ ഇനി നമുക്ക് നോക്കാം, ആക്ടിവിറ്റി നോക്കാം അല്ലെ. ഇവിടെയാണല്ലോ നമുക്ക് എക്സാമിന് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റി നോക്കാം. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ അല്ലെ. സ്റ്റോറി ട്രീ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കോബ്ര ഉണ്ട്, ദ മംഗൂസ് ഉണ്ട്, ദ ബോയ് ദ ലവർ ഓഫ് നാച്ചർ, ദ മൈന ആൻഡ് ക്രോ, ഗ്രാൻഡ് ഫാദർ 65 years old ഗ്രാൻഡ് ഫാദർ ഉണ്ട്, വൈറ്റ് റാറ്റ് ഉണ്ട്, ഗ്രാൻഡ് മദർ, ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ, ദ ഫൈറ്റിംഗ് ബിറ്റ്വീൻ ദ മാംഗോസ് ആൻഡ് കോബ്ര, ദ ബർത്ത് ഓഫ് 3 baby white squirrels അല്ലെ, ദ ഹൗസ് ഗ്രൗണ്ട്സ് ഓഫ് ബോയ്സ് ഹോം വിത്ത് എ മാഗ്നിഫിക്കന്റ് ഓൾഡ് ബനിയൻ ട്രീ അല്ലെ മക്കളെ. ഇത്രയും സെറ്റാണ് അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിൽ വേണ്ടത് എന്താണ്? ക്യാരക്ടേഴ്സും വേണം, മെയിൻ ഇവന്റ്സും വേണം, സെറ്റിങ്സും വേണം അല്ലെ. സെറ്റിങ്സ് വേണം, അതുപോലെ അതിലുണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് 3-4 ഇവന്റ്സ് ഉണ്ടല്ലോ അത് വേണം, അതുപോലെ ക്യാരക്ടേഴ്സും എന്താന്ന് വേണം. ഓക്കെ, നോക്കാം.
നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് ഇതാ ഇവിടെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരെ ഓക്കെ. എന്താണ് ഇതാ ഇത്രയും പാർട്ടാണ് എന്ത് മക്കളെ, ക്യാരക്ടേഴ്സ് അല്ലെ. ഇത്രയും പാർട്ടാണ് എന്ത്, ക്യാരക്ടേഴ്സ് അല്ലെ. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ്? കോബ്ര, മംഗൂസ് അല്ലെ, ദ ബോയ് ലവർ ഓഫ് ദ നാച്ചർ അല്ലെ, മൈന ആൻഡ് ക്രോ അല്ലെ, ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, വൈറ്റ് റാറ്റ് ഉണ്ടായിരുന്നു കഥയിൽ, അതുപോലെ നമ്മുടെ ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു അല്ലെ. ഇത്രയും ക്യാരക്ടേഴ്സ് ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇത് നമ്മുടെ മെയിൻ ഇവന്റ്സ് അല്ലെ. 3 ഇവന്റ്സ് ഏതൊക്കെയായിരുന്നു മക്കളെ? ഇതായിരുന്നു 3 ഇവന്റ്സ് അല്ലെ. ഇത്രയാണ് 3 ഇവന്റ്സ് അല്ലെ. ഇത് 3 നമ്മുടെ 3 ഇവന്റ്സ് അല്ലെ മക്കളെ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്കുറൽ അല്ലെ. ബോയുടെ ഫ്രണ്ട്ഷിപ്പ്, സ്കുറലായിട്ടുള്ള ബോയുടെ ഫ്രണ്ട്ഷിപ്പാണ് ഒരു ഇവന്റ്. ദെൻ ഫൈറ്റിംഗ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ് അല്ലെ. മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു അല്ലെ. ദെൻ അടുത്ത എന്തായിരുന്നു? ദ ബർത്ത് ഓഫ് ദ 3 ബേബി ഓഫ് വൈറ്റ് സ്കുറൽസ് അല്ലെ. വൈറ്റ് സ്കുറൽസിന്റെ 3 ബേബിയുടെ ബർത്ത് ആയിരുന്നു അടുത്ത ഇവന്റ്സ്. ഈ 3 ഇവന്റ്സ് ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സ്റ്റോറിയുടെ 3 പാർട്ടാണ് ഇത് കേട്ടോ. ദെൻ സെറ്റിങ്സ് പിന്നെ എപ്പോഴും ഒന്നായിരിക്കും. എന്താണ്? ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് ദ ബോയ്സ് ഹോം വിത്ത് എ മാഗ്നിഫിക്കന്റ് ഓൾഡ് ബനിയൻ ട്രീ അല്ലെ. ഓൾഡ് ബനിയൻ ട്രീ മാത്രമല്ല, ആ വ്യക്തിയുടെ വീട്, ഐ മീൻ ബോയുടെ വീടും അതിന്റെ ഗ്രൗണ്ടും ആ ഒരു ചുറ്റുപാടും പിന്നെ ഈ ബനിയൻ ട്രീ ആണ് കേട്ടോ. ഇത്രയും അതിന്റെ പല പാർട്ടിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിംഗിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഓക്കെ, ക്ലിയർ? Then activity 2. The boy was very much thrilled by his acquaintance with the squirrel അല്ലെ. അവന്റെ സ്കുറലായിട്ടുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പ് അവന് ഭയങ്കര അധികം ആസ്വദിച്ചിട്ടുണ്ട്. He writes a letter to his friend tell him about his new friend അല്ലെ. ലെറ്റർ അല്ലാതെ എന്തായാലും മക്കളെ, ലെറ്റർ തന്നെയാണല്ലേ മെയിനായിട്ട് നമ്മൾക്ക് എക്സാമിന് നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ സ്ട്രക്ചറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് അങ്ങ് പോന്ന് കിട്ടുമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ നോക്കാം. അവൻ്റെ ഫ്രണ്ടിനോട് അവന് സ്കുറൽസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ. ഹെൽപ്പ് ഹിം കംപ്ലീറ്റ് ദ ലെറ്റർ. നോക്കാം. ഇവി കോട്ടേജ് ലാൻഡോർ കാൻ ഡെറാഡു അല്ലെ. ഡെറാഡു അല്ലെ. ഒരു അഡ്രസ്സ് വേണമല്ലേ മക്കളെ. ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലെറ്ററിന്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ച് LP UP സെക്ഷൻ മുതൽ അങ്ങ് പഠിച്ചു വരുന്നതായിരിക്കും അല്ലെ. എന്താണ്? ഒരു അഡ്രസ്സാണ് ആദ്യം എഴുതുക, അതിനുശേഷം എന്തുണ്ടാവും, ഒരു ഡേറ്റും ഉണ്ടാവും അല്ലെ. ചില ആളുകൾ അഡ്രസ്സ് അവിടെ എഴുതും, ഡേറ്റ് ഇവിടെ എഴുതും അല്ലെ. ഡേറ്റ് ഇവിടെ എഴുതാറുണ്ട്, അഡ്രസ്സ് അവിടെ എഴുതാറുണ്ട്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? ഒരു ചെറിയൊരു അഡ്രസ്സ് ചെയ്യുക അല്ലെ. ഡിയർ ശ്രാവൺ അല്ലെ. ആ കുട്ടിയുടെ സുഹൃത്തിന്റെ പേരിട്ടതാണ് ഡിയർ ശ്രാവൺ. ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടങ്ങുന്നില്ല അല്ലെ. ഹൗ ആർ യു വെച്ചിട്ടൊക്കെ നമ്മൾ തുടങ്ങാറൊക്കെ ഉണ്ട് അല്ലെ. വാട്ട് അബൌട്ട് യുവർ ഫാമിലി അല്ലെ. നിന്റെ ഫാമിലി എങ്ങനെ ഇരിക്കുന്നു? ഹൗ വാസ് ഗോയിങ് യുവർ സ്റ്റഡി, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെയുള്ള കുറച്ച് ഫോർമൽ ക്വസ്റ്റ്യൻസ്, ഒരു ടോക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ നടത്താം കേട്ടോ. ഹൗ വാസ് ഗോയിങ് യുവർ സ്റ്റഡി, നിന്റെ പഠനം എങ്ങനെ പോകുന്നു? ദെൻ വാട്ട് അബൌട്ട് യുവർ ഫാമിലി, നിന്റെ ഫാമിലി എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹോപ്പ് യു ആർ എൻജോയ് യുവർ വെക്കേഷൻ, നീ നിന്റെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എം റിയലി ഇൻ എ വണ്ടർഫുൾ മൂഡ്, ഞാൻ വേറെ ലെവൽ മൂഡിലാണ് അല്ലെ. ഐ എം റിയലി ഇൻ എ വണ്ടർഫുൾ, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഞാൻ. സി എന്നൊക്കെ പറയുമ്പോൾ കാണുക എന്നൊന്നല്ല കേട്ടോ, നമ്മൾ സംസാരിക്കുന്നതിനിടെ കൂടെ സി എന്നൊക്കെ യൂസ്, അതാണ് അല്ലേ. ഐ എം റിയലി ഇൻ എ വണ്ടർഫുൾ മൂഡ്. സി ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട്, എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എ യങ് സ്കുറൽ, ഒരു യങ് ആയിട്ടുള്ള ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള സ്കുറൽ. ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് ഹ്യൂമൻ ബീങ് ടു മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ലിറ്റിൽ വൺ. ഐ മൈറ്റ് ബി, ചിലപ്പോൾ ആവുക, മൈറ്റ് എപ്പോഴും ഒരു സാധ്യതയാണല്ലോ അല്ലെ. സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് മേയും മൈറ്റും യൂസ് ചെയ്യുക. ഐ മൈറ്റ് ബി, ചിലപ്പോൾ ആവാം, ദ ഫസ്റ്റ് ഹ്യൂമൻ ബീങ്, ആദ്യത്തെ മനുഷ്യൻ, ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ലിറ്റിൽ വൺ, ഒരു കുഞ്ഞ് ലിറ്റിൽ വണ്ണുമായിട്ട്, ഐ മീൻ ഒരു ചെറിയ കുഞ്ഞു മൃഗമായിട്ട് ആദ്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന വ്യക്തി ചിലപ്പോൾ ഞാനാവാം. ഹൗ ക്യൂട്ട് ഇറ്റ്സ്, എന്തൊരു ക്യൂട്ടാണത്. ഐ ഡോണ്ട് നോ ഹൗ ഐ ക്യാൻ ടെൽ യു ദാറ്റ്, ഐ ഡോണ്ട് നോ ഹൗ ക്യാൻ ഐ ടെൽ യു മൈ എക്സ്പീരിയൻസ്, ഐ ഡോണ്ട് നോ ഹൗ ക്യാൻ ഐ ടെൽ യു ഐ ഡോണ്ട് നോ ഹൗ ക്യാൻ ടെൽ യു ദാറ്റ്. എന്താണ്, എനിക്കറിയില്ല അതെങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന്. അറ്റ് ഫസ്റ്റ് ദ സ്കുറൽ വാസ് അഫ്രൈഡ്, ഫസ്റ്റ് എന്തായിരുന്നു, സ്കുറൽ എന്നെ കണ്ടപ്പോൾ എന്തായിരുന്നു, പേടിയായിരുന്നു അല്ലേ. സൂൺ ഇറ്റ്, പിന്നീട് എന്തായി, ഇറ്റ് കെയിം ടു നോ ദാറ്റ് ഐ വുഡ് നോട്ട് ഹാം, പിന്നീട് അതിന് മനസ്സിലായി ഞാൻ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് മനസ്സിലായി.
I used to give my little friend a piece of cake and biscuit. അല്ലേ, ഞാൻ എൻ്റെ ലിറ്റിൽ ഫ്രണ്ടിന് എന്ത് ചെയ്യും, കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ദെൻ അവർ ഫ്രണ്ട്ഷിപ്പ് ഗ്രോ വെൽ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് വേറെ ലെവലിലോട്ട് വളർന്നു പോയി. ദെൻ അനദർ ത്രില്ലിംഗ് തിങ് ഹാപ്പൻഡ്, അപ്പോഴാണ് മറ്റൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം സംഭവിച്ചത്. എന്ത്? ഹി ബിഗൻ ടു ടേക്ക് ദ പീസസ് ഫ്രം മൈ ഹാൻഡ് ആൻഡ് ദാറ്റ് ടു വിതൗട്ട് എനി ഫിയർ. എന്താണ്? അവൻ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഭക്ഷണം എടുത്തുകൊണ്ടും, ദാറ്റ് ടു വിത്തൗട്ട് എനി ഫിയർ, ഒരു പേടിയില്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്നൊക്കെ വന്നിട്ട് ഭക്ഷണം എടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി അല്ലേ. ദെൻ ഹിസ് അറ്റംപ്റ്റ് ടു സ്റ്റീൽ ഫ്രം മൈ പോക്കറ്റ്സ് അല്ലേ, അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, സ്റ്റീൽ മീൻസ് മോഷ്ടിക്കാൻ വരെ അവന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ മീൻ ഇവിടെ മോഷ്ടിക്കാന്ന് വെച്ചാൽ ആ സ്നേഹത്തോടെ ആട്ടോ പറയുന്നത്. അവന് ചെറിയ കള്ളത്തിലൊക്കെ മേടിച്ച് എൻ്റെ പോക്കറ്റിൽ നിന്ന് വരെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരർത്ഥത്തിലാട്ടോ ഈ സ്റ്റീൽ മോഷണം എന്നൊക്കെ ഉദ്ദേശിച്ചത്. ഹൗ നൈസ് ദാറ്റ് സ്വീറ്റ് ഗ്രേ ലിറ്റിൽ ഫെലോ ഈസ്. എന്തൊരു നൈസും ക്യൂട്ടും ആണ് ആ ഗ്രേ ലിറ്റിൽ ഫെലോ എന്ന് പറയുന്നത്. മൈ ലിറ്റിൽ സ്കുറൽ, എൻ്റെ പ്രിയപ്പെട്ട അണ്ണാൻ കുഞ്ഞ് അല്ലേ. വിൽ യു കം ടു മൈ പാരഡൈസ് ടു സീ ദാറ്റ് ക്യൂട്ട് ഫെലോ, നീ എൻ്റെ സ്വർഗത്തിലോട്ട് വരണോ, നീ എൻ്റെ പാരഡൈസിലോട്ട് വരുന്നുണ്ടോ? സീ ദാറ്റ് ക്യൂട്ട് ഫെലോ, എൻ്റെ ആ കുഞ്ഞു ഫെലോ, ആ എൻ്റെ കുഞ്ഞു സ്കുറലിനെ കാണാൻ നീ എൻ്റെ പാരഡൈസ്, എൻ്റെ ഈ ഒരു സ്വർഗലോകത്തേക്ക് നീ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് അല്ലേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് മോർ വെൻ വി മീറ്റ് വിത്ത് ദ ലിറ്റിൽ പ്രിൻസ് സ്കുറൽ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ലിറ്റിൽ സ്കുറലിനെ ഒരുമിച്ച് കാണാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ ആ വരികൾ നിർത്തിയിട്ടുള്ളത്. യുവർ ലവ്ലിംഗ്ലി എന്നുള്ളത് നിർബന്ധമാണല്ലോ മക്കളെ അല്ലേ. യുവർ ലവ്ലിംഗ്ലി എന്നിട്ട് ഒരു എസ്ഡി നെയിം അല്ലേ, പേര് അല്ലേ. ഇത്രയാണ് ഒരു ലെറ്ററിന്റെ ഫോർമാലിറ്റി ഉണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരേണ്ട ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള വാക്കുകളും ഉണ്ട്. ഓക്കെ, ക്ലിയർ? നന്നായിട്ട് എഴുതിയെടുത്തിട്ട് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് മീനിങ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക കേട്ടോ. ആക്ടിവിറ്റി 3, വാച്ചിങ് ദ നാച്ചുറൽ അറൗണ്ട് അസ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമുക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതിയെ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടേഴ്സ്. എന്താണ്? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ദ ബോയ് ഇൻ ദ സ്റ്റോറി നാരേറ്റ് സെർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂ അനിമൽസ് അല്ലേ. ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, ചില അനിമൽസിനേക്കാൾ നമുക്കങ്ങനെ നരേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അവരുടെ ക്യാരക്ടറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റസ്കിൻ ബോണ്ട് വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ചില സമയത്ത് അവരുടെയൊക്കെ ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ലീഡ്സ് ദം ഔട്ട് അല്ലേ. അതിലൊരു സ്കുറലിന്റെ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കാം. The squirrel was very young അല്ലേ, വളരെ യങ് ആയിരുന്നു. ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ അല്ലേ, ഗ്രേ കളർ ആയിരുന്നു. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ ഇറ്റ് ബിക്കം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം അല്ലേ. ആ ബോയ് ഉപദ്രവിക്കാൻ വന്നതെല്ലാം എന്ന് അറിഞ്ഞപ്പോൾ അതെന്തായി, വളരെ ഫ്രണ്ട്ലി ആയി. ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ് അല്ലേ. അത് വളരെയധികം ബോയിയെ വിശ്വസിച്ചു. ഈവൻ അവൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് ഫുഡ് വരെ വന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു ലെവലിലോട്ട് അവനെ വിശ്വസിച്ചു. ഇത്രയാണ് സ്കുറലിനെ കുറിച്ച് നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ. ദെൻ സ്നേക്കിനെ കുറിച്ചും മൊങ്കൂസിനെ കുറിച്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാം, ഇറ്റ് വാസ് എ ഗ്രേ സ്ക്വറൽ അല്ലേ. ഐ യൂസ് ടു ആർക്ക് ഹിസ് ബാക്ക് ആൻഡ് സ്റ്റിഫ് ഇൻ ടു ദ എയർ. ദെൻ ദ ബോയ് സോ എ മംഗൂസ് ദ കോബ്ര ഫൈറ്റിംഗ് ടു ഡെത്ത്. എന്താണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. മംഗൂസിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ കോബ്രയെ കുറിച്ചും സ്കുറലിനെ കുറിച്ചൊക്കെ ഈ ഒരു പാരഗ്രാഫിലുണ്ട്. നോക്കാം, അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. The first one was small grey squirrel അല്ലേ, ഒരു ചെറിയ സ്മോൾ സ്കുറൽ ആയിരുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആർക്ക് ഹിസ് ബാക്ക് അല്ലേ, ബാക്ക് ഇങ്ങനെ വളക്കും. ആൻഡ് സ്നിഫ് ഇൻ ടു എയർ അല്ലേ, ഇങ്ങനെ വായുവിൽ ഇങ്ങനെ മണത്തോണ്ട് നിൽക്കും. ദെൻ ദ ബോയ് സോ എ മൊങ്കൂസ്, ബോയ് ഒരു മൊങ്കൂസിനെ കണ്ടു. ആൻഡ് കോബ്ര ഫൈറ്റിംഗ് ടു ഡെത്ത് അല്ലേ, പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇവർ രണ്ടുപേരെയും കണ്ടു. ഇറ്റ് വാസ് ഹ്യൂജ് ബ്ലാക്ക് കോബ്ര അല്ലെ. കോബ്ര എങ്ങനെയായിരുന്നു, ഹൂജ് ആയിരുന്നു, ബ്ലാക്ക് ആയിരുന്നു അല്ലെ. ആൻഡ് കോബ്ര ആൻഡ് ദ മംഗൂസ് വാസ് ഗ്രേ. മംഗൂസ് എന്തായിരുന്നു, ഗ്രേ കളർ ആയിരുന്നു. 3 feet ലോങ് ആയിരുന്നു, 3 feet ലോങ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ഒരു സൂപ്പർ ഫൈറ്റർ ആയിരുന്നു, ക്ലവർ ആയിരുന്നു, അഗ്രസീവ് ആയിരുന്നു അല്ലെ. അഗ്രസീവ്, ഒരു അക്രമാസക്തൻ എന്നൊക്കെ പറയാം അല്ലെ. ദ കോബ്ര ഹാഡ് ഫോർക്ക്ഡ് ടെങ് അല്ലെ. കോബ്രക്ക് എന്തുണ്ടായിരുന്നു, അല്ലെ ഫോർക്ക് ആയിട്ടുള്ള 2 ടെങ് ഉണ്ടായിരുന്നു. ആൻഡ് 6 feet ലോങ് ഉണ്ടായിരുന്നു അല്ലെ.
The mongoose had long hair on his spine. അല്ലെ, മംഗൂസിന് എന്തുണ്ടായിരുന്നു? അവന്റെ സ്പൈനില് നല്ല ലോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു അല്ലെ. The cobra was sawing from side to side. അല്ലെ, cobra sawing from side to side അല്ലെ. And it had classy and winking eyes. അല്ലെ, നല്ല ചില്ല് പോലത്തെ ആളെ മയക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. And a myna and a crow were also notable characters. മൈനയും അതേപോലെ തന്നെ ക്രോ എന്താണ് ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫൈനലി ദർ 3 ബേബി സ്കോറൽസ് അല്ലെ. ഇനി 3 ബേബി സ്കോറൽ ഉണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ ടേബിളിലായിട്ട് എഴുതുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ദ സ്കോറൽ, അത് ബുക്കിലുണ്ട്. The squirrel was very young, it was small and grey in color. Finding the boy not harmful, it became very friendly to him. It trusted the boy and even took food from his hand. അല്ലേ, അതാണ് squirrel. ഇനി നമുക്ക് നോക്കാം snake നോക്കാം. It was a large black cobra with a hood. It had a forked tongue and was 6 feet long. അല്ലേ, 6 അടി നീളം അല്ലേ. It was sawing from side to side, sawing from side to side. It had a glassy and winking eyes. ചില്ല് പോലത്തെ മയക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. ഇതാണ് സ്നേക്കിന്റെ ക്യാരക്ടർ അല്ലോ. Then mongoose. The mongoose was grey കളർ ആയിരുന്നു. 3 feet long ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സൂപ്പർ ഫൈറ്റർ ആയിരുന്നു, നല്ല അടിപൊളി ഫൈറ്റർ ആയിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ക്ലെവർ ആയിരുന്നു അല്ലേ, നല്ല ക്ലെവർ ആയിരുന്നു. ആൻഡ് അഗ്രസീവുമായിരുന്നു അല്ലേ. ദ മോങ്കോസ് ഹാഡ് എ ലോങ് ഹെയർ ഓൺ സ്പൈറ്റ്. അവൻ്റെ ബാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല ലോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു സ്പൈനുമേ അല്ലേ, ശരീരത്തുമേ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ 3 ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു മക്കളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക്